ഒരു കാലത്ത് സാധാരണക്കാരന്റെ ഏറ്റവും ആശ്രയമായിരുന്ന രണ്ട് ഭക്ഷണങ്ങളാണ് മത്തിയും ചിക്കനും. മീൻ വാങ്ങാൻ പോയാലും വില കൂടിയിരിക്കുന്നു. ചിക്കൻ വാങ്ങാൻ പോയാലും അതേ അവസ്ഥ. പല വീടുകളിലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ചോദ്യം ഇതാണ്: ഇനി എന്ത് വാങ്ങി പാചകം ചെയ്യും? കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി മത്തിയുടെയും ചിക്കന്റെയും വില ഒരുപോലെ കുതിച്ചുയരുകയാണ്. എന്തുകൊണ്ടാണ് ഈ വില വർധന? വരും ദിവസങ്ങളിൽ വില ഇനിയും കൂടുമോ, അതോ കുറയാൻ സാധ്യതയുണ്ടോ? സംസ്ഥാനത്ത് മത്തിയുടെയും ചിക്കന്റെയും വില ഒരേ സമയം ഉയരുന്നത് സാധാരണക്കാരുടെ കുടുംബ ബജറ്റിനെ വലിയ രീതിയിൽ ബാധിക്കുകയാണ്. ദിവസവും മീനും ചിക്കനോ വാങ്ങുന്ന കുടുംബങ്ങൾ ഇപ്പോൾ ചെലവ് കുറയ്ക്കാനുള്ള വഴികൾ അന്വേഷിക്കുകയാണ്. ഇപ്പോൾ പല മാർക്കറ്റുകളിലും 1 കിലോ മത്തിക്ക് 350 മുതൽ 400 രൂപ വരെ വിലയാണ്. അതേസമയം ജീവനുള്ള ഇറച്ചിക്കോഴിക്ക് കിലോയ്ക്ക് 180 മുതൽ 190 വരെ നൽകേണ്ടി വരുന്നു. വൃത്തിയാക്കി വാങ്ങുന്ന ചിക്കന് ഇതിലും കൂടുതൽ വിലയാണ് പല സ്ഥലങ്ങളിലും. മത്തിയുടെ വില കൂടാൻ പ്രധാന കാരണം വിപണിയിൽ മീൻ കുറവായതാണ്. ട്രോളിംഗ് നിരോധനത്തിന് ശേഷം പഴയ പോലെ മീൻ ലഭിക്കുമെന്ന് പലരും പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അത്രയും മീൻ ഇപ്പോഴും കടലിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. മത്സ്യബന്ധന തുറമുഖങ്ങളിലും മാർക്കറ്റുകളിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മത്തിയുടെ വരവ് വളരെ കുറഞ്ഞിരിക്കുകയാണ്. ആവശ്യത്തിന് മീൻ ലഭിക്കാത്തതിനാൽ ലഭിക്കുന്ന മീനിന് കൂടുതൽ വില നൽകേണ്ടി വരുന്ന സാഹചര്യമാണുള്ളത്. മത്സ്യവ്യാപാരികളും ഇതേ കാര്യമാണ് പറയുന്നത്. മുൻപ് ഒരു ദിവസം കിട്ടിയിരുന്ന അളവിൽ ഇപ്പോൾ മത്തി ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ലേലവില ഉയരുകയും അതിന്റെ ബാധ്യത ഉപഭോക്താക്കളിലേക്ക് എത്തുകയും ചെയ്യുകയാണ്. അതേസമയം ഒരു ചെറിയ പ്രതീക്ഷയും മത്സ്യത്തൊഴിലാളികൾ പങ്കുവയ്ക്കുന്നു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി വിപണിയിൽ കൂടുതലായി ലഭിച്ചിരുന്ന ചെറിയ വലുപ്പമുള്ള മത്തികളായിരുന്നു. ഏകദേശം 10 മുതൽ 12 സെന്റിമീറ്റർ വരെ മാത്രം നീളമുള്ള മീനുകളാണ് കൂടുതലായും ലഭിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ 18 സെന്റിമീറ്റർ വരെ നീളമുള്ള വലിയ മത്തി വീണ്ടും ലഭിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നാണ് വ്യാപാരികൾ പറയുന്നത്. ഇത് മത്സ്യസമ്പത്ത് മെച്ചപ്പെടുത്തുന്നു എന്ന സൂചനയായി ചിലർ കാണുന്നു. പക്ഷേ വലിയ മത്തി കിട്ടുന്നുണ്ടെങ്കിലും അതിന്റെ എണ്ണം വളരെ കുറവാണ്. ആയതിനാൽ വിലയിൽ വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് മത്തി ഇത്രയും കുറയുന്നത്? വിദഗ്ധർ പറയുന്നത് കടലിലെ താപനില ഉയരുന്നതും കാലാവസ്ഥാ വ്യതിയാനവും പ്രധാന കാരണങ്ങളിലൊന്നാണെന്നാണ്. കടലിലെ വെള്ളത്തിന്റെ ചൂട് കൂടുമ്പോൾ മത്സ്യത്തിന്റെ സഞ്ചാര രീതിയിലും മാറ്റം വരും. ചില മത്സ്യങ്ങൾ പഴയ സ്ഥലങ്ങളിലേക്ക് നിന്ന് മാറിപ്പോവുകയും ചെയ്യും. അതുപോലെ തന്നെ കടലിലെ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും മത്സ്യബന്ധനത്തെ ബാധിക്കുന്നു. ട്രോളിംഗ് നിരോധനം അവസാനിച്ചിട്ടും പ്രതീക്ഷ അളവിൽ മത്സ്യം ലഭിക്കാത്തത് ഇതിന്റെ ഭാഗമായാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇപ്പോൾ ലഭിക്കുന്ന ചില മത്തികളിൽ മുട്ടയുള്ളവയും കാണുന്നുണ്ട്. ആയതിനാൽ ഭാവിയിൽ മത്സ്യങ്ങളുടെ എണ്ണം വർദ്ധിക്കുമെന്ന പ്രതീക്ഷയുണ്ടെങ്കിലും അടുത്ത കുറച്ചു മാസങ്ങളിൽ ലഭ്യത കുറയാൻ സാധ്യത ഉണ്ടെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കടൽ മത്സ്യങ്ങളിൽ ഒന്നാണ് മത്തി. അതുകൊണ്ട് തന്നെ മത്തിയുടെ വില കൂടുമ്പോൾ അതിന്റെ ആഘാതം സാധാരണ കുടുംബങ്ങളിൽ വളരെ വേഗം അനുഭവപ്പെടും. മത്തി മാത്രമല്ല, അയല, ചെമ്മീൻ, നെയ്മീൻ തുടങ്ങിയ മറ്റ് പല മത്സ്യങ്ങൾക്കും ഇപ്പോൾ ഉയർന്ന വിലയാണ്. മീനിന്റെ വില കൂടിയതോടെ പലരും ചിക്കൻ വാങ്ങാൻ തുടങ്ങിയിരുന്നു. എന്നാൽ ഇപ്പോൾ ചിക്കന്റെ വില കുത്തനെ ഉയർന്നിരിക്കുകയാണ്. പല കടകളിലും വൃത്തിയാക്കിയ ചിക്കന് കിലോയ്ക്ക് 260 മുതൽ 280 രൂപ വരെ നൽകേണ്ടി വരുന്നുണ്ട്. ചിക്കന്റെ വില കൂടാൻ പ്രധാന കാരണം കോഴിത്തീറ്റയുടെ വില ഉയർന്നതാണ്. കോഴികൾക്ക് നൽകുന്ന തീറ്റയുടെ വില കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഏകദേശം 450 രൂപ വരെ വർദ്ധിച്ചു എന്നാണ് കർഷകർ പറയുന്നത്. തീറ്റയുടെ വില കൂടുമ്പോൾ ഉൽപാദന ചെലവും കൂടും. അതിന്റെ പ്രതിഫലനമാണ് ഇപ്പോൾ വിപണിയിൽ കാണുന്നത്. അതോടൊപ്പം കോഴിക്കുഞ്ഞുങ്ങളുടെ വിലയും വർദ്ധിച്ചിട്ടുണ്ട്. മുൻപ് കുറഞ്ഞ വിലയ്ക്ക് ലഭിച്ചിരുന്ന കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം 40 രൂപ വരെ നൽകേണ്ട സാഹചര്യമാണുള്ളത്. ഫാമുകളിൽ ഉൽപാദനം കുറഞ്ഞതും കുഞ്ഞുങ്ങളുടെ ലഭ്യത കുറയാൻ കാരണമായിട്ടുണ്ട്. കർഷകർ പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു കോഴിക്ക് തങ്ങൾക്ക് ലഭിക്കുന്നത് ഏകദേശം 165 രൂപ മാത്രമാണെന്നാണ്. എന്നാൽ തീറ്റയുടെ, മരുന്നിന്റെയും മറ്റ് ചെലവുകളുടെയും വർധന കാരണം ലാഭം വളരെ കുറവാണെന്നും അവർ പറയുന്നു. ആയതിനാൽ അടുത്ത ദിവസങ്ങളിൽ ചിക്കന്റെ വില പെട്ടെന്ന് കുറയുമെന്ന പ്രതീക്ഷ ഇപ്പോൾ ഇല്ല. മത്തി വില കൂടിയതുകൊണ്ട് ആളുകൾ ചിക്കനിലേക്ക് മാറുന്നു. ചിക്കന്റെ വില കൂടിയതോടെ ചിലർ വീണ്ടും മറ്റ് ഭക്ഷണങ്ങളിലേക്ക് മാറുകയാണ്. ഇങ്ങനെ ആവശ്യവും ലഭ്യതയും തമ്മിലുള്ള മാറ്റം വിപണിയെ നേരിട്ട് സ്വാധീനിക്കുകയാണ്. വില കൂടുമ്പോൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് സാധാരണ കുടുംബങ്ങളാണ്. ദിവസേന ഭക്ഷണത്തിനായി നിശ്ചിത തുക മാറ്റിവെക്കുന്നവർക്ക് ഇപ്പോൾ ചെലവ് നിയന്ത്രിക്കുന്നത് വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. മത്തിയുടെയും ചിക്കന്റെയും ഇപ്പോഴത്തെ വില വർധന താൽക്കാലികമാണോ അതോ കുറച്ചു കാലം കൂടി തുടരുമോ എന്നത് ഇപ്പോൾ പറയാൻ കഴിയില്ല. എന്നാൽ കാലാവസ്ഥയിലെ മാറ്റം, ലഭ്യതക്കുറവ്, ഉൽപാദന ചെലവ് എന്നിവയാണ് ഇപ്പോൾ വില ഉയരാൻ പ്രധാന കാരണങ്ങൾ. വരും ആഴ്ചകളിൽ മീൻ ലഭ്യത കൂടുകയും കോഴി ഉൽപാദനം മെച്ചപ്പെടുകയും ചെയ്താൽ വിലയിൽ കുറച്ച് ആശ്വാസം ലഭിക്കാം. അതുവരെ വിപണിയിലെ വില മാറ്റങ്ങൾ സാധാരണക്കാരുടെ അടുക്കള ബജറ്റിനെ എങ്ങനെ ബാധിക്കുമെന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.